ഞാൻ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ്. കണ്ണൂർ വാരിയേഴ്സ് സൂപ്പർ ലീഗ് കിരീടം 2ാം സീസൺ ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊപ്പം ഉള്ളത് സീസണിലെ എമർജിംഗ് പ്ലെയർ, കണ്ണൂർ വാരിയേഴ്സിന്റെ പായും പുലി അങ്ങനെയൊക്കെ പറയാം, മുഹമ്മദ് സിനാൻ. സിനാൻ എന്ത് തോന്നുന്നു ഇപ്പോൾ? ഭയങ്കര അധികം സന്തോഷം. എന്താ പറയുക, ഹോം ഗ്രൗണ്ടിൽ ജയിക്കാൻ പറ്റി. അത് വലിയൊരു അഭിമാനത്തോടെ കാണുന്നു. പ്രത്യേകിച്ച് ഫൈനലിൽ നമ്മളൊരു നല്ല വിജയം നാട്ടുകാർക്ക് കൊടുത്തു. ഭയങ്കര സന്തോഷം. EMS കോർപ്പറേറ്റ് സ്റ്റേഡിയത്തിൽ നമ്മൾ അന്ന് സംസാരിച്ചപ്പോൾ കപ്പ് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ആ വാക്ക് പാലിക്കുകയും ചെയ്തു. ഈ സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ, ഈ റെഡ് മറൈനേഴ്സിന് മുമ്പിൽ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീലിംഗ് ഒക്കെ? അവർ കുറിച്ചും തന്നെ തീർച്ചയായും നമ്മുടെ കളിയിൽ കണ്ടത്. അവരുടെ ആവേശമാണ് നമ്മളെ കളിയിൽ കണ്ടത്. ഗോളടിക്കാൻ പറ്റി. എന്താ പറയുക, ടീം ഭയങ്കര എഫേർട്ട് ഇട്ടു. ഭയങ്കര സന്തോഷം. അപ്പോൾ ഉപ്പനെ കണ്ടു, അപ്പോൾ അവർക്ക് ഭയങ്കര അഭിമാനമായി ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു സാധനം കണ്ടു, ഉപ്പ ഉണ്ടായിരുന്ന കളിയൊക്കെ സിനാൻ ഗോളടിച്ചിട്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഈ കളി മാത്രമാണ് ഉപ്പ വന്നിട്ട് ഗോളടിക്കാണ്ടിരുന്നിട്ടുള്ളൂ. പക്ഷേ ഇവരുടെ ടീം ജയിച്ചു. ആദ്യമായിട്ടാണ് ഈ ഗ്രൗണ്ടിൽ ജയിക്കുന്നതും. ആ ഒരു ഫീലിംഗ് ഇപ്പോൾ ഈ കപ്പ് ഉയർത്തിയപ്പോൾ, അങ്ങനെ ഒരു ഉയർത്തിയപ്പോൾ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ആ ഗ്രൂപ്പിൽ നിൽക്കുന്നതും അവരുടെ സപ്പോർട്ടും ഒക്കെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സെമിയിൽ എത്തൂല എന്ന് വെച്ചൊരു ടീമായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഉയർത്തെണീച്ചു, ഇവിടെ വരെ എത്തി, നാട്ടുകാർക്ക് മുമ്പിൽ ഫൈനൽ കളിച്ചു, കപ്പടിച്ചു. ഭയങ്കര അഭിമാനം തോന്നുന്നു. അപ്പോൾ ഇനി അടുത്തൊരു ലക്ഷ്യം, അടുത്തൊരു ഇതെന്താണ്? അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താ പറയുക, നല്ല രീതിയിൽ ഇനിയും കളിക്കണം. എന്താ പറയുക, വർക്കൗട്ട് ചെയ്യണം. എല്ലാവരുടെയും ആഗ്രഹം പോലെ ഇന്ത്യൻ ടീം കളിക്കണം എന്ന് ആഗ്രഹം. വർക്കൗട്ട് ചെയ്ത് റെഡിയാവും. ഇപ്പോൾ ഈ ഒരു ട്രോഫി എന്ന് കാണിച്ചേ എമർജിംഗ് പ്ലെയർ ആണ് സീസണിലെ. അപ്പോൾ കൺഗ്രാറ്റ്സ്. സിനാൻ്റെ ഉപ്പ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ഒരു ചാറ്റ് എടുത്തിരുന്നു. അപ്പോൾ അന്ന് സിനാൻ കളിക്കും എന്ന് പറഞ്ഞു. ആ കളി സിനാൻ ഗോളടിച്ചു. അപ്പോൾ ഗോളടിക്കുകയും ചെയ്തു. ഇന്ന് ഓന് കുറച്ച് ടയേർഡാണ്, എന്നാലും എൻ്റെ മോൻ നല്ല കളി കാഴ്ചവെച്ചു. ഫൈനലിലെത്തി കപ്പ് നേടുകയും ചെയ്തു. മാഷാ അല്ലാഹ്, നല്ല സന്തോഷമുണ്ട്. സ്വന്തം നാട്ടിൽ വെച്ചിട്ടാണ്, സ്വന്തം ഗ്രൗണ്ടിൽ വെച്ച്, അവൻ കളിച്ച ഗ്രൗണ്ടിൽ വെച്ചിട്ട്. ഓന് ഇരുന്ന കളി പഠിച്ചത് ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ട്. അപ്പോൾ മൂന്ന് തലമുറയാണ് തോന്നുന്നുണ്ട് അല്ലേ? മൂന്ന് തലമുറയുണ്ട് നമുക്കിവിടെ. ഉപ്പാപ്പ എന്ത് തോന്നുന്നു? നല്ല പിന്നെ ജന്മദിനാണ്, ക്രിസ്മസും ബോള് കളിൻ്റെ ഫൈനലിൽ ട്രോഫി അടിച്ചതും എല്ലാം കൊണ്ടും ഹാപ്പി തന്നെ. അന്ന് ഉപ്പ പറഞ്ഞിരുന്നു സിനാന് വേഗം കിട്ടിയിരുന്നു ഉപ്പാപ്പയുടെ നിന്ന്. അപ്പോൾ ആ വേഗമാണ് നമുക്ക് ഇവിടെ കണ്ടതും. ഈ ട്രോഫി ഉപ്പാക്കുള്ളതാണ് അല്ലേ? ഉപ്പാപ്പാക്കുള്ളതാണ്, എല്ലാവർക്കും ഉമ്മാക്കുള്ളതാണ്, എല്ലാവർക്കും മൊത്തത്തിലുള്ളതാണ് ഈ ട്രോഫി. ഫാമിലിക്കുള്ള എന്നൊരു മെസ്സേജ്, അവരുടെ സപ്പോർട്ടൊക്കെ. അവരുടെ പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്താൻ കാരണം. അവരില്ലെങ്കിൽ ഞാനില്ല. എന്താ പറയുക, അവർക്ക് മുമ്പിൽ ഇങ്ങനെ കളിക്കാൻ പറ്റി, നല്ല രീതിയിൽ കളിക്കാൻ പറ്റി. സന്തോഷം. കൺഗ്രാറ്റ്സ് സിനാൻ. ഓക്കെ.